യാതൊരു ഔദാര്യവും അവൻ്റെ അടുക്കൽ ആർക്കുമില്ല. ആരുടെ അടുക്കൽ? ഈ പുണ്യകർമ്മം ചെയ്യുന്ന ആളുടെ അടുക്കൽ. പുണ്യകർമ്മം ചെയ്യുന്നത് ഒരു പ്രത്യുപകാരം കിട്ടാൻ വേണ്ടിയിട്ട് ഒന്നുമല്ല, മറിച്ച് അത്യുന്നതനായ രക്ഷിതാവിൻ്റെ പ്രീതി നേടുക എന്നത് മാത്രമാണ് അയാളുടെ ഉദ്ദേശം. അതുകൊണ്ട് പിന്നീട് അവൻ തൃപ്തിയടയും. ഇപ്പോൾ അവൻ കുറച്ച് പൈസയൊക്കെ ചിലവാക്കി ഇങ്ങനെ സ്വാർത്ഥ ലാഭമില്ലാതെ ഒരു നല്ല കാര്യം ചെയ്താൽ പിന്നീട് അവന് അതിൻ്റെ ഗുണം കിട്ടും എന്നാണ് പറയുന്നത്. ഇവിടെയും അവതരണ പശ്ചാത്തലം പറയുന്നത് ഇത് അബൂബക്കറുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. അതിൽ നമ്മൾക്ക് ഇവിടെ ചർച്ച ചെയ്യാനുള്ള കാര്യം ഈ അബൂബക്കർ ചെയ്ത നന്മയല്ല, മറിച്ച് ആ സന്ദർഭത്തിൻ്റെ വിവരണത്തിൽ നിന്ന്, വരികൾക്കിടയിൽ നിന്ന് നമുക്ക് ഖുറൈശികൾ ആരാണെന്നും മുഹമ്മദിൻ്റെ കൂടെ ഉള്ളവരും എങ്ങനെയാണ് ആദ്യകാലത്ത് തന്നെ അവിടെ പെരുമാറിയിരുന്നത് എന്നതിൻ്റെയും വളരെ കൃത്യമായ ഒരു ചിത്രം കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ആ സന്ദർഭം ഒന്ന് വാഹിദി തഫ്സീറിൽ നിന്ന്, അസ്ബാബുൻ നുസൂലിൽ നിന്ന് ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം. Athar reported that Ibn Abbas said, upon embracing Islam, Bilal, who was a slave of Abdullah ibn Jud'an, proceeded to the idols of the Kaaba and defecated on them. The idolaters complained to Ibn Jud'an about what Bilal had done, and so he gave Bilal to them along with 100 camels to be sacrificed for their gods. The idolaters took Bilal and tortured him in the scorchedness of the desert. All he said while he was being tortured was, uniquely one, uniquely one. The messenger of Allah happened to pass by him, and he said to him, the uniquely one will save you. The messenger of Allah then informed Abu Bakr, saying, Bilal is being tortured for the sake of Allah. Abu Bakr took with him a pound of gold and went and bought Bilal. The idolaters said, Abu Bakr did what he did only because he is obliged to Bilal for a favor. And so Allah revealed. ഈ 3 വാക്യങ്ങൾ ഇറങ്ങിയ സന്ദർഭമാണ് ഇവിടെ നമ്മൾ തഫ്സീറിൽ വായിച്ചത്. ഇതൊരുപാട് സനതൊക്കെ നീട്ടി വിവരിച്ചുകൊണ്ട് വാഹിദി തഫ്സീറിൽ എഴുതി വെച്ചിട്ടുള്ള സന്ദർഭ വിവരണമാണ്. എന്താണ് സംഭവം? ഇവിടെ ഇബ്നു അബ്ബാസ് പറഞ്ഞതായിട്ടാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ ബിലാൽ എന്ന് പറയുന്ന ആൾ അബ്ദുല്ലാഹിബിന് ഇബ്നു ജുദ്ആൻ എന്ന് പറയുന്ന ആളുടെ അടിമയായിരുന്നു. അങ്ങനെ ബിലാൽ ഒരു ദിവസം കഅബയിലേക്ക് പോയി അവിടെ ഉണ്ടായിരുന്ന ആ ആരാധനാലയത്തിൽ ഖുറൈശികളുടെ പ്രിയപ്പെട്ട ആരാധനാ വിഗ്രഹങ്ങളുടെ മുകളിൽ ഡെഫിക്കേറ്റഡ് ഓൺ ദം എന്നാണ് എഴുതി വച്ചിട്ടുള്ളത്. മലവിസർജനം ചെയ്തു എന്നാണ് അതിൻ്റെ അർത്ഥം. ആര്? അബ്ദുല്ലാഹിബ്നു ജുദ്ആൻ്റെ അടിമയായിരുന്ന ബിലാൽ കഅബയിൽ പോയിട്ട് അവിടുത്തെ വിഗ്രഹങ്ങളുടെ മുകളിൽ മലവിസർജനം ചെയ്തു. കാരണം ഈ ബിലാൽ മുഹമ്മദിൻ്റെ കൂടെ, അബൂബക്കറിൻ്റെ കൂടെ ഇസ്ലാം സ്വീകരിച്ചിരുന്നു എന്നാണ് പറയുന്നത് ആ സമയത്ത്. പക്ഷേ ബിലാലിൻ്റെ ഉടമസ്ഥനായിരുന്ന ഇബ്നു ജുദ്ആൻ അങ്ങനെ ആയിരുന്നില്ല. അങ്ങനെ ഇത്രയും ഭീകരമായ ഒരു പ്രകോപനം അവിടെ സൃഷ്ടിച്ചുകൊണ്ട് ഇത്രയും വൃത്തികെട്ട ഒരു തെമ്മാടിത്തം അവിടെ പോയി ചെയ്തിട്ട് എന്താണ് അവിടുത്തെ ഐഡോലേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഖുറൈശികൾ എന്താണ് ചെയ്തത് നോക്കൂ. ദ ഐഡോലേറ്റേഴ്സ് കംപ്ലൈൻഡ് ടു ഇബ്നു ജുദ്ആൻ അബൌട്ട് വാട്ട് ബിലാൽ ഹാഡ് ഡൺ. അടിമ അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തിട്ട് ആ അടിമയെ അവിടെ ഇട്ട് തല്ലിക്കൊല്ലുകയോ വെട്ടിക്കൊല്ലുകയോ ഒന്നുമല്ല ചെയ്തത്. അവിടെ ഉണ്ടായിരുന്ന ഖുറൈശികൾ അവരുടെ ആ സാമാന്യ മര്യാദ അനുസരിച്ച് ഈ അടിമയുടെ ഉടമസ്ഥൻ്റെ അടുത്ത് കംപ്ലൈൻറ്റ് പറഞ്ഞു, പരാതി പറഞ്ഞു. അപ്പോൾ ഈ ഉടമസ്ഥനായിട്ടുള്ള അബ്ദുല്ല എന്ത് ചെയ്തു? സോ ഹീ ഗേവ് ബിലാൽ ടു ദം. ബിലാലിനെ അവർക്ക് വിട്ടുകൊടുത്തു. along with 100 camels to be sacrificed for their gods. ഇതിന് പരിഹാരക്രിയയായിട്ട് ബലിയറുക്കാൻ വേണ്ടി 100 ഒട്ടകങ്ങളെയും കൊടുത്തു ഈ ബിലാലിൻ്റെ ഉടമസ്ഥനായിരുന്ന അബ്ദുല്ലാഹ് ഇബ്നു ജുദ്ആൻ. അങ്ങനെ the idolaters took Bilal and tortured him in the scorchedness of the desert. അങ്ങനെ ചുട്ടുപഴുത്ത മരുഭൂമിയിൽ കൊണ്ടുപോയി ബിലാലിനെ അവർ മർദ്ദിച്ചു, അവർ ടോർച്ചർ ചെയ്തു. All he said while he was being tortured was uniquely one, uniquely one.
അങ്ങനെ അവർ ടോർച്ചർ ചെയ്യുമ്പോഴും ബിലാൽ അവിടെ കിടന്ന് വിളിച്ചു പറഞ്ഞത് അഹദ് അഹദ്, ഏകൻ ഏകൻ എന്നാണ് വിളിച്ചു പറഞ്ഞത്. ആ സമയത്ത് നബി ദ മെസ്സഞ്ചർ ഓഫ് അല്ലാ ഹാപ്പൻ ടു പാസ് ബൈ ഹിം, അതുവഴി പോകാനിടയായി, അത് കാണാനിടയായി. അപ്പോൾ നബി പറഞ്ഞു ദ യൂണിക്ലി വൺ വിൽ സേവ് യു, ആ ഏകനായ ദൈവം നിന്നെ രക്ഷിക്കും എന്ന് ബിലാലിനോട് വിളിച്ചു പറഞ്ഞു. എന്നിട്ട് ഇദ്ദേഹം നേരെ അബൂബക്കറിൻ്റെ അടുത്തേക്ക് പോയി. മുഹമ്മദ് അബൂബക്കറിൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു ബിലാൽ ഈസ് ബീങ് ടോർച്ചേർഡ് ഫോർ ദ സേക്ക് ഓഫ് അള്ളാഹ്, അള്ളാഹുവിന് വേണ്ടി പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു ബിലാൽ. അള്ളാഹുവിന് വേണ്ടിയുള്ള ഒരു പ്രവൃത്തി ചെയ്തതിനാണ് ബിലാൽ പീഡിപ്പിക്കപ്പെടുന്നത് എന്ന് അബൂബക്കറിനോട് പോയിട്ട് നബി പറയുകയാണ്. അപ്പോൾ അള്ളാഹുവിന് വേണ്ടിയുള്ള ഒരു പ്രവാചകൻ്റെ അനുവാദത്തോടു കൂടിയുള്ള ഒരു പ്രവൃത്തിയാണ് ആര് ചെയ്തത്? ബിലാൽ ചെയ്തത്. അബൂബക്കറിനും അതിൽ പങ്കുണ്ടായിരുന്നു. ഇവിടെ ബിലാൽ എന്ന അടിമ മറ്റൊരാളുടെ ഒരു മുസ്രിക്കിൻ്റെ അടിമയായിരുന്നെങ്കിലും ആ അടിമയ്ക്ക് ബന്ധമുണ്ടായിരുന്നത് മുഹമ്മദുമായിട്ടും അബൂബക്കറുമായിട്ടൊക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ആ കാലത്ത് ഒരു അടിമ സ്വന്തം നിലയ്ക്ക് ഇത്തരമൊരു പ്രവൃത്തി എന്നല്ല, ഒരു പ്രവൃത്തിയും സ്വന്തം നിലയ്ക്ക് അടിമകൾ ചെയ്യുമായിരുന്നില്ല. ഉടമകൾ അല്ലെങ്കിൽ അവർക്ക് സ്വാധീനമുള്ള മറ്റു ആളുകൾ പറഞ്ഞാൽ അതിനനുസരിച്ച് മാത്രമേ ചെയ്യുള്ളൂ. ഇവിടെ സ്വന്തം ഉടമയല്ല പറഞ്ഞയച്ചിട്ടുള്ളത്, പകരം തീർച്ചയായും ചില ഓഫറുകൾ കൊടുത്ത് പിരികയറ്റി പറഞ്ഞു വിട്ടത് കൊണ്ടായിരിക്കാം, അബൂബക്കറും മുഹമ്മദും ഒക്കെ കൂടെ പറഞ്ഞു വിട്ടത് കൊണ്ട് തന്നെ ആയിരിക്കണം ബിലാൽ അവിടെ പോയിട്ട് ഈ പുണ്യകർമ്മം ചെയ്തത് അള്ളാഹുവിന് വേണ്ടിയിട്ട്. അങ്ങനെ അള്ളാഹുവിന് വേണ്ടി ഒരു പുണ്യകർമ്മം ചെയ്തതിൻ്റെ പേരിൽ ബിലാൽ ടോർച്ചർ ചെയ്യപ്പെടുന്നു എന്നുള്ള വിവരം നബി നേരിട്ട് കാണുകയും അബൂബക്കറിനെ അറിയിക്കുകയും ചെയ്തു. അങ്ങനെ അബൂബക്കർ എന്ത് ചെയ്തു? അങ്ങനെ അബൂബക്കർ took with him a pound of gold and went and bought ബിലാൽ. 1 പൗണ്ട് സ്വർണവും കൊണ്ടുപോയിട്ട് ബിലാലിനെ അവരുടെ കയ്യിൽ നിന്ന് വിലക്ക് വാങ്ങി. അപ്പോൾ ദ ഐഡോലേറ്റേഴ്സ് സെറ്റ് അബൂബക്കർ did what he did only because he is obliged to Bilal for a favor. അബൂബക്കർ അങ്ങനെ ചെയ്തു കാരണം ഓന് കടപ്പാടുണ്ടല്ലോ, ബിലാലിനോട് ഓന് കടപ്പാടുണ്ടല്ലോ, അതുകൊണ്ടാണ് ഓൻ അങ്ങനെ ചെയ്തത് എന്ന് മറ്റവർ കുറ്റപ്പെടുത്തി പറഞ്ഞു. എന്ന് വെച്ചാൽ ഇവനെ ഈ പുണ്യപ്രവൃത്തി ചെയ്യാൻ കഅബയിലേക്ക് പറഞ്ഞയച്ചത് അബൂബക്കർ ആയിരുന്നു എന്ന് വരികൾക്കിടയിൽ ഇവിടെ നമുക്ക് വായിച്ചെടുക്കാം. അബൂബക്കറും മുഹമ്മദും കൂടെ പറഞ്ഞയച്ചിട്ടാണ് ബിലാൽ അവിടെ പോയിട്ട് അവരുടെ ആരാധനാലയത്തിൽ പോയി ആരാധനാ വിഗ്രഹങ്ങളുടെ മുകളിൽ മലവിസർജനം നടത്തി പോകുന്നത്. അങ്ങനെ അള്ളാഹുവിന് വേണ്ടി ഒരു പുണ്യകർമ്മം ചെയ്ത് അവന് ടോർച്ചർ ചെയ്യപ്പെടുന്നുണ്ട് എന്ന് നബി വന്ന് പറഞ്ഞു. അബൂബക്കർ സ്വർണം കൊണ്ടുപോയിട്ട് 1 പൗണ്ട് സ്വർണം കൊണ്ടുപോയിട്ട് ബിലാലിനെ വിലക്ക് വാങ്ങി. അപ്പോൾ ഈ ഖുറൈശികൾ ഇങ്ങനെ പറഞ്ഞു, നിനക്ക് എന്തായാലും നിനക്ക് വിലക്ക് വാങ്ങിയവനെ മോചിപ്പിക്കേണ്ടി വരുമല്ലോ, കാരണം അത്രയും വലിയ കടപ്പാടല്ലേ നിനക്ക് അവനോടുള്ളത് എന്ന് അബൂബക്കറിനോട് ഇതാന്ന് ഖുറൈശികൾ പറഞ്ഞു. അവരുടെ ദൈവങ്ങളെയും അവരുടെ ആരാധനാലയങ്ങളും ഈ രീതിയിൽ മലിനപ്പെടുത്താൻ വേണ്ടി പറഞ്ഞയച്ചതുകൊണ്ട് ആ ബിലാലിന് പിന്നീട് വരുന്ന ആപത്തിൽ നിന്ന് അവനെ രക്ഷിക്കേണ്ട ബാധ്യത, കടപ്പാട് അബൂബക്കറിനും മുഹമ്മദിനും ഉണ്ടല്ലോ, അതുകൊണ്ടാണ് കാശ് കൊടുത്ത് വാങ്ങിയത് എന്ന് ഖുറൈശികൾ പറഞ്ഞു. ആ സന്ദർഭത്തിലാണ് അള്ളാഹു ഈ ആയത്തുകൾ ഇറക്കിയത്. ഏതായത്തുകൾ? ഞാനിപ്പോൾ വായിച്ച് കേൾപ്പിച്ച 18 മുതൽ 21 വരെയുള്ള ആയത്തുകൾ ഞാൻ ഒരിക്കൽ കൂടെ വായിക്കാം. അപ്പം നിങ്ങൾക്ക് ആശയം കൃത്യമായിട്ട് മനസ്സിലാവും. വളരെ സൂക്ഷ്മതയുള്ളവനും പരിശുദ്ധി നേടുവാനായി തൻ്റെ ധനം കൊടുക്കുന്നവൻ അതിൽ നിന്ന് അകറ്റി നിർത്തപ്പെടും, നരകത്തിൽ നിന്ന് അകറ്റി നിർത്തപ്പെടും. പരിശുദ്ധിയോടുകൂടി നല്ല ലക്ഷ്യത്തോടുകൂടി തൻ്റെ ധനം ചെലവഴിക്കുന്നവൻ നരകത്തിൽ നിന്ന് രക്ഷപ്പെടും. പ്രത്യുപകാരം ചെയ്യേണ്ട യാതൊരു ഔദാര്യവും അവൻ്റെ അടുക്കൽ ആർക്കുമില്ല. അല്ലാതെ ഇതൊരു പ്രത്യുപകാരം എന്ന കടപ്പാടോ എന്ന നിലക്കുള്ള ഒരു ഔദാര്യമൊന്നും അല്ല. തൻ്റെ അത്യുന്നതനായ രക്ഷിതാവിനെ പ്രീതി തേടുക എന്നല്ലാതെ, രക്ഷിതാവിൻ്റെ പ്രീതി തേടാൻ വേണ്ടിയിട്ടാണ് ഈ ബിലാലിനെ ഇതിന് പറഞ്ഞയച്ചതും അങ്ങനെ ബിലാലിനെ പിന്നീട് അവർ ടോർച്ചർ ചെയ്യുമ്പോൾ പൈസ കൊടുത്ത് വാങ്ങിയിട്ട് രക്ഷപ്പെടുത്തിയതും. പിന്നീട് അവൻ തൃപ്തി അടയുക തന്നെ ചെയ്യും. ഇപ്പോൾ തൽക്കാലം കുറച്ച് പൈസയൊക്കെ ചിലവാക്കി ബുദ്ധിമുട്ടിയാലും പിന്നീട് അവൻ അതിൽ സന്തോഷം തൃപ്തി ഉണ്ടാവും എന്ന് അബൂബക്കറിനെ കുറിച്ചും ഇവിടെ അള്ളാഹു പറയുകയാണ്. ഇവിടെ മറ്റു ദൈവങ്ങളുടെ മുകളിൽ, അതും കഅബയിലെ ഏറ്റവും വലിയ പുണ്യ ആരാധനാലയത്തിലെ ഏറ്റവും അധികം ആരാധിച്ചിരുന്ന ദൈവവിഗ്രഹങ്ങളുടെ മുകളിൽ പോയി മലവിസർജനം ചെയ്യാനാണ് മുഹമ്മദും അബൂബക്കറും ഈ ബിലാലിനെ പറഞ്ഞയച്ചത് എങ്കിൽ
ബിലാൽ ആ ഉദ്ദേശത്തോടു കൂടിയാണ് അവിടെ പോയി അത് ചെയ്തു വന്നത് എങ്കിൽ അതിൻ്റെ പേരിൽ ബിലാൽ പീഡിപ്പിക്കപ്പെട്ടപ്പോൾ ബിലാലിനെ പൈസ കൊടുത്തു വാങ്ങി രക്ഷപ്പെടുത്തിയ അബൂബക്കർ ചെയ്തത് വലിയൊരു പുണ്യകാര്യമാണ് എന്ന് ആരാണ് നമ്മളോട് പറയുന്നത്? ഖുർആനിലെ ആയത്തിറക്കിയ അള്ളാഹുവും നബിയും കൂടിയാണ് പറയുന്നത്. ഇതൊക്കെ നടക്കുന്നത് മക്കയിൽ ആദ്യം മുഹമ്മദ് പ്രബോധനം ആരംഭിച്ച ഘട്ടത്തിലാണ് എന്നതുകൂടി നമ്മൾ ഓർക്കണം. അന്ന് മുഹമ്മദിൻ്റെ കൂടെ വിരലിലെണ്ണാവുന്ന ആളുകൾ മാത്രമേ ഉള്ളൂ. ഈ അബൂബക്കറും പിന്നെ ഈ ബിലാലും അങ്ങനെ കുറച്ച് പേരും മാത്രം കൂടെ ഉള്ളപ്പോഴാണ് മുഹമ്മദിൻ്റെ പ്രബോധനം ഈ രീതിയിൽ അവിടെ നടക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങൾക്ക് ഇപ്പോൾ മുഹമ്മദിനോടും മുഹമ്മദിൻ്റെ അള്ളാഹുവിനോടുമാണോ അതോ ആ ഖുറൈശികളോടാണോ നിങ്ങൾക്ക് ബഹുമാനം തോന്നുന്നത്? എനിക്കിതൊക്കെ വായിച്ചപ്പോൾ ഖുറൈശികളോട് അങ്ങേയറ്റത്തെ ആദരവാണ് തോന്നിയത്. കാരണം ഇത് തിരിച്ചായിരുന്നെങ്കിൽ എന്ന് ഒന്നൊന്ന് ആലോചിച്ച് നോക്കുക. അന്ന് 6-ാം നൂറ്റാണ്ടിൽ പോട്ടെ, ഇന്നാണെങ്കിൽ എന്താണ് സ്ഥിതി? മുസ്ലിങ്ങളുടെ ഒരു ആരാധനാലയത്തിൽ പോയിട്ട് ഒരാൾ അവരെ അവഹേളിക്കാൻ വേണ്ടിയിട്ട്, അവരുടെ ദൈവത്തെ ആരാധിക്കാൻ വേണ്ടിയിട്ട് മലവിസർജനം നടത്തി പോന്നാൽ അയാൾ പിന്നെ തലയും കൊണ്ട് ഈ ലോകത്ത് നടക്കുമോ? ഇല്ല. എന്നിട്ടല്ലേ കഅബ ഒരു സാധാരണ പള്ളിയിൽ പോയിട്ട് ചെയ്താൽ പോലും നടക്കില്ല. തല വെട്ടിയിട്ടുണ്ടാവും അവർ. അത് ഇസ്ലാമിക രാജ്യത്തല്ല, നമ്മുടെ രാജ്യത്ത് പോലും പിന്നെ അവനെ ജീവിക്കാൻ അനുവദിക്കില്ല. അതാണ് മുസ്ലിമിൻ്റെ ഇന്ന് ഈ ജനാധിപത്യത്തിൻ്റെ കാലത്തെ പോലും സ്വഭാവം. അപ്പോൾ 6-ാം നൂറ്റാണ്ടിലെ ആ കാട്ടറബികളായിരുന്ന ഖുറൈശികൾ, ജാഹിലിയ എന്നൊക്കെ പറഞ്ഞ് ഇവർ ഈ കുറ്റപ്പെടുത്തുന്ന ഖുറൈശികൾ, അവരുടെ വിഗ്രഹത്തെ, അവരുടെ ആരാധനാലയത്തെ ഈ രീതിയിൽ അങ്ങേയറ്റം മ്ലേച്ഛമായ രീതിയിൽ അവഹേളിച്ചിട്ടും ആ മനുഷ്യനെ ഒരു അടിമയായ ആ മനുഷ്യനെ പോലും അവിടെ ഇട്ട് തല്ലിക്കൊല്ലുകയോ വെട്ടിക്കൊല്ലുകയോ ചെയ്യാതെ ഉടമയെ വിളിച്ച് പരാതി പറയുകയാണ് ചെയ്തത്. എന്നിട്ട് ആ ഉടമ അവർക്ക് വിട്ടുകൊടുത്തതിന് ശേഷമാണ് അവർ കൊണ്ടുപോയിട്ട് തല്ലുന്നത്. അപ്പോഴാണ് അള്ളാഹു ആയത്തിറക്കിയിട്ട് അബൂബക്കറിനെയും നബിയെയും അനുമോദിക്കുന്നത്. എന്തിന്? ഈ ടോർച്ചർ ചെയ്യപ്പെടുന്ന ബിലാലിനെ അവരുടെ കയ്യിൽ നിന്ന് പൈസ കൊടുത്തു വാങ്ങി രക്ഷപ്പെടുത്തിയതിന്. അപ്പോൾ അള്ളാഹുവിൻ്റെയും മുഹമ്മദിൻ്റെയും മനസ്സിലിരിപ്പ് എത്ര മ്ലേച്ഛമായിരുന്നു എന്ന് ആലോചിച്ച് നോക്കൂ. ഇങ്ങനെയാണോ ആദ്യകാലത്ത് തന്നെ ഇസ്ലാം അവിടെ പ്രബോധനം നടത്തിയിരുന്നത് എങ്കിൽ ഈ മുഹമ്മദ് ആയിരുന്നോ ജാഹിലിയ, അല്ലെങ്കിൽ ആ ഖുറൈശികളായിരുന്നോ ജാഹിലിയ സമൂഹം എന്ന് ആലോചിച്ച് നോക്കൂ. ഇതൊക്കെ അവരിങ്ങോട്ട് അക്രമം നടത്തി എന്ന രീതിയിൽ ഈ ബിലാലിനെ പീഡിപ്പിച്ചതൊക്കെ വളരെ വലിയ തോതിൽ ഇവിടെ പ്രചരിപ്പിക്കുന്നുണ്ട്. പുസ്തകങ്ങളിലും വയലു പറച്ചിലുകളിലും കഥ പറച്ചിലുകളിലും ഒക്കെ നമ്മൾ ഈ ബിലാലിനെ കുറിച്ച് ഇങ്ങനെ കേൾക്കാം. ബിലാലിനെ അങ്ങനെ പീഡിപ്പിച്ചു, ഇങ്ങനെ പീഡിപ്പിച്ചു. ബിലാൽ ഇസ്ലാം സ്വീകരിച്ചതിൻ്റെ പേരിലല്ല പീഡിപ്പിച്ചിട്ടുള്ളത്. ബിലാൽ അവരുടെ ക്ഷേത്രത്തിൽ പോയിട്ട് അവരുടെ വിഗ്രഹങ്ങളുടെ മുകളിൽ തൂറി നിരപ്പാക്കിയതിനാണ് അവർ ബിലാലിനെ കൂട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ചത്. അതും ഉടമസ്ഥൻ വിട്ടുകൊടുത്തതിന് ശേഷം. അപ്പോൾ എത്ര മര്യാദക്കാരായിരുന്നു അവരെന്ന് ആലോചിച്ച് നോക്ക്. അവരാ നിമിഷം അവിടെ ഇട്ട് തല്ലിക്കൊല്ലല്ലേ വേണ്ടത്. അത്രയും ഭീകരമായിട്ടുള്ള പ്രവൃത്തിയല്ലേ ചെയ്തത്. എന്നിട്ട് പോലും അവർ ക്ഷമയോടുകൂടിയാണ് അത് കൈകാര്യം ചെയ്തത്. സംസ്കാര സമ്പന്നരായിരുന്നു അവർ എന്നാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതൊക്കെ ഖുർആൻ അവതരിച്ച ആദ്യ ഘട്ടത്തിൽ നടന്ന സംഭവങ്ങളാണ്. ഇതിൽ ഈ ബിലാലിനെ മർദ്ദിച്ചതും വില കൊടുത്ത് വാങ്ങിയതും ഒക്കെ ഉള്ള കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്, നമ്മൾ വായിച്ചിട്ടുണ്ട്. പക്ഷേ ഈ കഥ ഇവിടുത്തെ ഇസ്ലാമിസ്റ്റ് പ്രചാരകർ നമ്മുടെ മുമ്പിൽ മറച്ചു വെക്കുന്നു. എന്തിനാണ് മറച്ചു വെക്കുന്നത്? ഇത് മറച്ചു വെച്ചില്ലെങ്കിൽ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കും. മലയാളത്തിൽ തഫ്സീർ എഴുതിയിട്ടുള്ള പ്രധാനപ്പെട്ട 3 തഫ്സീറുകൾ എൻ്റെ മുമ്പിലുണ്ട്. ഈ ഒരൊറ്റ തഫ്സീറിലും ഈ കഥ പറഞ്ഞിട്ടില്ല. ഈ ആയത്തിന് ഇത്തരം ഒരു സന്ദർഭം പോലും വിവരിച്ചിട്ടില്ല. അതെല്ലാം പൊതുവായിട്ടുള്ള നിർദ്ദേശങ്ങൾ എന്ന നിലക്ക് വിശദീകരിച്ച് പോവുകയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ സബബുൻ നുസൂൽ വിശദീകരിക്കുന്ന വഹിദിയുടെ തഫ്സീറിൽ ഈ സന്ദർഭം വിവരിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പഠിച്ചതും നമ്മളെ ഇവർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും ഒന്നുമല്ല യഥാർത്ഥ ഇസ്ലാമിൻ്റെ ചരിത്രമെന്നും, ഇസ്ലാമിൻ്റെ യഥാർത്ഥ ചരിത്രം വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങളെല്ലാം നേരെ തലകുത്തനെയാണ് എന്നുള്ളതും കൃത്യമായിട്ട് മനസ്സിലാവും. ഇവിടെ യഥാർത്ഥത്തിൽ വില്ലൻ ആണ് നായകനായി മാറുന്നത്. ഈ കഥയിലെ നായകനാണ് യഥാർത്ഥ വില്ലൻ എന്ന് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും. ഇതാണ് ഖുർആനിലൂടെ സത്യസന്ധമായി സഞ്ചരിച്ചാൽ, ഖുർആൻ്റെ യഥാർത്ഥ വ്യാഖ്യാന ഗ്രന്ഥങ്ങളിലൂടെയും ഹദീസുകളിലൂടെയും ചരിത്രത്തിലൂടെയും നമ്മൾ സഞ്ചരിക്കുകയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം ഇതാണ്.